ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം റമദാൻ്റെ മൂന്നാമത്തെ ദിവസമാട്ടോ. ഇതിൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റിട്ടില്ല. രാത്രി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് അപ്പോൾ കഴിച്ചിട്ട് കിടക്കുകയാണ് ചെയ്ത്. പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. പിന്നെ രാവിലെ മോന് സ്കൂളിൽ പോകണം. അപ്പം ഒരു 5:15 ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം മോന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നിപ്പം ചിക്കൻ സാൻഡ്വിച്ച് ആക്കി കൊടുത്തു വിടുവാണ്. ചിക്കനും വെജിറ്റബിൾസും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മയണൈസും കെച്ചപ്പും കൂടി ആഡാക്കി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തേക്കുവാണ്. പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ബോക്സിലേക്ക് ആപ്പിളും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോനെ ഇപ്പോൾ താഴേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. 6:20 ആകുമ്പോഴാണ് ബസ് വരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ടൈമിംഗ് വ്യത്യാസമാണ്. ആഫ്റ്റർനൂൺ ഒരു 11:45 എത്തും. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി 12:45 എത്തുന്നത്. അപ്പോൾ ഇന്ന് മുതൽ 1 hour നേരത്തെയാണ് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി താഴേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മോളിപ്പോൾ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇക്കായുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോളിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ മോനെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കും. അതിനുശേഷം പിന്നെ എഴുന്നേറ്റിട്ട് മോൾക്ക് കൊടുക്കാനായിട്ട് കഞ്ഞി ആക്കുന്നുണ്ട്. പൊടിയരിയും പിന്നെ പയറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കഞ്ഞിയാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് 11:45 ആയപ്പോൾ താഴേക്ക് പോകുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് ചോദിക്കുകയാണ് എപ്പോൾ വരും എന്നൊക്കെ. അപ്പം മോനെത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ട് കൊണ്ടുവന്ന് മോൾക്ക് കൊടുത്ത് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുക കേട്ടോ. പിന്നെ റൂമിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇനിയിപ്പം സ്നാക്സൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ഇന്നിപ്പം മുട്ട ബജിയും പിന്നെ പൊട്ടാറ്റോ ബജിയും പിന്നെ കട്ട്ലറ്റ് പോലെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കടലമാവ് 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. ഇത് ഓവർ ലൂസാകാനും പാടില്ല, ഓവറായിട്ട് ടൈറ്റായി പോകാനും പാടില്ല. എഗ്ഗ് ഒന്ന് ഇതിലേക്ക് കോട്ടായി കിടക്കുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ബജികളും ഈ ഒരു ബാറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പൊട്ടറ്റോ ഇതുപോലെ തിന്നായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ബജിയാക്കി എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ബജിയും കൂടി ആക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമൂസേൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ ഉച്ചയ്ക്ക് വന്നപ്പോഴേ സമൂസ ഉണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് സമൂസയും കൂടി ഫ്രൈ ആക്കി എടുക്കുവാണ്. ഈ പൊട്ടറ്റോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓയിലിൽ കിടന്നത് നല്ല വെന്ത് വരണം. അപ്പോൾ ഇനിയിപ്പം സമൂസയും കൂടി ഫ്രൈ ആക്കിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഉണ്ടല്ലോ, സോയ സോസും ഉപ്പും മുളക് പൊടിയും വെച്ച് വേവിച്ച ചിക്കൻ ചോപ്പ് ചെയ്തിട്ട് അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ വേവിച്ചിട്ട് അതും കൂടി മാഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ബ്രെഡും കൂടി ഇങ്ങനെ പൊടിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഒക്കെ ആഡാക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതെല്ലാം നല്ല പൊടിഞ്ഞ് ഈ ഒരു പരുവത്തിലേക്ക് വരണം. എന്നിട്ട് നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ബോളായിട്ടാണെങ്കിൽ ബോളായിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അത് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫസ്റ്റ് മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുത്ത് അതും ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഫ്രൈ ആകാനിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി മുസമ്പിയൊക്കെ ജ്യൂസ് അടിക്കാനായിട്ട് അതും ആ ഒരു സമയത്ത് തന്നെ വെച്ച് പിന്നെ പാത്രങ്ങളെല്ലാം ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് കഴുകി ഒതുക്കി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ടേബിളിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇല്ല കേട്ടോ നോമ്പുറിക്കാനായിട്ട് എത്തുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം നോമ്പ് തുറക്കാനായിട്ട് ഇപ്പം എല്ലാം ടേബിളിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പോൾ മക്കളും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫാത്തിഹയൊക്കെ ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാളും കൂടി. അപ്പോൾ മോൻ പറയുന്നുണ്ട് ഇപ്പോൾ കഴിക്കാൻ പാടില്ല, ബാങ്ക് വിളിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കയും കൂടെ വന്നിട്ട് ഞാൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇട്ട് കുടിച്ച് പിന്നെ കുറച്ച് നേരം മോനെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഇന്നിപ്പം രാത്രി കഴിക്കാനായിട്ട് പുട്ടും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും കൂടിയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ എൻ്റെ മക്കളെയൊക്കെ ഉറക്കിയിട്ട് പിന്നെ ഇരുന്ന് ലേറ്റായിട്ടാട്ടോ കിടന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.